കെ മുരളീധരൻ വടകരയിൽ നിന്ന് മാറാൻ പോകുന്നു എന്നതുൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളും ഇന്നലെ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വീണ്ടും മത്സരിക്കാൻ പോകുന്നു. കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ കളത്തിലിറങ്ങാൻ പോകുന്നു. ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാൽ കളത്തിലിറങ്ങാൻ പോകുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായി സലീം മാലിക് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സലീം, വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളുണ്ടായി. കെ.സി. മത്സരിക്കാൻ പോകുന്നു. ആലപ്പുഴയിൽ നേരത്തെ ഒരു ന്യൂനപക്ഷ മുഖമായിരിക്കും എന്നുള്ള തരത്തിലൊക്കെ നമ്മൾ വിവരങ്ങളൊക്കെ കേട്ടിരുന്നെങ്കിലും കെ.സി. വേണുഗോപാൽ അവിടെ എത്താൻ പോകുന്നു. രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു. കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ കളത്തിലിറങ്ങാൻ പോകുന്നു. കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ് സലീം മാലിക്? രഞ്ജിത്ത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന നിലയിലാണ് ഈ തീരുമാനത്തെ കോൺഗ്രസ് നടപ്പിലാക്കിയിരിക്കുന്നത്. അതിൻ്റെ കാരണം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധമായി നിന്നത് പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോയതാണ്. ആ വിഷയത്തെ എങ്ങനെ പ്രതിരോധിക്കും എന്നതിന് കിട്ടിയൊരു മറുപടി കൂടിയായാണ് ഈ തീരുമാനത്തെ കോൺഗ്രസ് കാണുന്നത്. കാരണം ഒരു ദിവസത്തിനപ്പുറം പത്മജ വേണുഗോപാലിൻ്റെ പാർട്ടി മാറ്റം വാർത്തയാക്കരുത് എന്നുള്ളൊരു ലക്ഷ്യമാണ് പ്രധാനമായും ഈ തീരുമാനത്തിന് പിന്നിലുള്ളത്. രണ്ടാമത്തെ തീരുമാനം, തൃശ്ശൂരിൽ കെ മുരളീധരൻ വരുന്നതോടുകൂടി BJP-യും കോൺഗ്രസും തമ്മിലാണ് ഒരു നേരിട്ടുള്ള പോരാട്ടം എന്നൊരു പ്രതീതി ജനിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ ഈ തീരുമാനത്തിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയം. കാരണം തൃശ്ശൂരാണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലം. അവിടെ കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി, ലീഡറുടെ മകൾ BJP-യിൽ പോയതിന്റെ പിറ്റേ ദിവസം സ്ഥാനാർത്ഥിയായി അവിടെ വരുന്നതോടുകൂടി കോൺഗ്രസ് പാർട്ടി BJP-ക്കെതിരെ നേരിട്ട് പോരാടുന്നു എന്നൊരു പ്രതീതി വരുത്തി തീർക്കുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം. മാത്രമല്ല, ഈ വിഷയത്തിൽ TN പ്രതാപൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് കൂടി ശ്രദ്ധേയമാണ്. കാരണം TN പ്രതാപനെ ഈ വിഷയം തീരുമാനിച്ച ഉടൻ തന്നെ കാര്യങ്ങൾ വിളിച്ചറിയിക്കുകയും TN പ്രതാപന്റെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ വിജയസാധ്യതയുള്ള നിയമസഭാ സീറ്റ് കൂടി TN പ്രതാപന് ഉറപ്പ് നൽകി. അതിന് മാത്രമല്ല, പാർട്ടിയിൽ പ്രധാനപ്പെട്ട സ്ഥാനം ഉൾപ്പെടെ ഉറപ്പ് നൽകി. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരെതിർപ്പും TN പ്രതാപൻ പറഞ്ഞതുമില്ല. മാത്രമല്ല, ഇന്ന് ഈ പരസ്യമായി പ്രചരണ രംഗത്തേക്ക് കൂടി TN തന്നെ കെ മുരളീധരനായി രംഗത്തിറങ്ങുന്നതോടുകൂടി പാർട്ടി ഒറ്റക്കെട്ടാണ് എന്നൊരു സന്ദേശം കൂടി നൽകുക എന്നുള്ളതാണ്, സാധാരണക്കാരിലേക്ക് പാർട്ടി ഒറ്റക്കെട്ടാണ് എന്നൊരു സന്ദേശം കൂടി നൽകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ നിലയിൽ അതിനോടൊപ്പം തന്നെ ഒരു ന്യൂനപക്ഷ മുഖത്തിനെ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ലിസ്റ്റിൽ ഉണ്ടാവണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. അതൊന്നുകിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട്, രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നെങ്കിൽ ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാൽ മാറി നിന്ന് ആ നിലയിൽ ഒരു ന്യൂനപക്ഷ മുഖം വരണമെന്നായിരുന്നു നേരത്തെ തീരുമാനം. പക്ഷേ രാഹുൽ ഗാന്ധിയും കെ.സി. വേണുഗോപാലും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് കേരളത്തിൽ നിന്ന് തന്നെ മത്സരിക്കണം എന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. അതിനെ തുടർന്നാണ് ഈ തീരുമാനം, വടകരയിലേക്ക് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി, അതും വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് കൂടി പാർട്ടി ആലോചിച്ചത്. അതിന്റെ ഭാഗമായി ഷാഫി പറമ്പിൽ അവിടെ എത്തി. ഷാഫി പറമ്പിൽ മലബാറിലെ ഏത് സീറ്റിൽ നിന്നാലും ഷാഫി പറമ്പിൽ വിജയസാധ്യതയുണ്ട് എന്നാണ് നേതൃത്വം വിലയിരുത്തിയത്. ആ നിലയിലൊരു വിലയിരുത്തലിന്റെ കൂടി ഭാഗമായി വടകരയിലേക്ക് ഷാഫി പറമ്പിൽ വരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ തൃശ്ശൂരിൽ കെ മുരളീധരൻ വരുന്നത്, കഴിഞ്ഞ തവണ വടകരയിൽ കെ മുരളീധരൻ വന്നതിന് സമാനമായ സാഹചര്യത്തിലാണ്. കാരണം വടകരയിൽ P. ജയരാജനെ ആര് എതിരിടുമെന്ന് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു 2019 തെരഞ്ഞെടുപ്പിൽ. അപ്പോഴാണ് വട്ടിയൂർക്കാവ് MLA ആയ കെ മുരളീധരനെ പാർട്ടി നിയോഗിക്കുന്നത്. അവിടേക്ക് വരുന്നത് വലിയൊരു സ്വീകരണത്തോടുകൂടി, വലിയ റോഡ് ഷോയോടുകൂടി കെ മുരളീധരൻ അവിടെ വരികയും കളം പിടിക്കുകയും വിജയിക്കുകയും ചെയ്ത് കണ്ടതാണ്. അതേ തീരുമാനം തൃശ്ശൂരിലും നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. അതോടുകൂടി വാർത്തകൾ മാറും. കോൺഗ്രസിൻ്റെതൊരു ധീരമായ തീരുമാനം എന്ന നിലയിലേക്ക് ജനങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തുകയും ചെയ്യുന്നത്. റീജിത്ത്. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പോകുന്നു. കണ്ണൂരിൽ കെ സുധാകരൻ, ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാൽ എന്നുള്ളതാണ് കോൺഗ്രസിലെ മാറ്റങ്ങൾ. ഏറ്റവും പ്രധാനം, വടകരയിൽ UDF സ്ഥാനാർത്ഥിയാകും എന്ന് കരുതിയിരുന്ന കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു എന്നുള്ളതാണ്. സലീം മാലിക്, രാഹുൽ സുരേഷ്, സൂരജ് സജി, B. ദിലീപ് കുമാർ എന്നിവർ വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.